ഹായ് ഓൾ, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ഗ്രാമറിലെ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് കൺഫ്യൂസിംഗ് അഡ്ജക്റ്റീവ്സ് ആൻഡ് അഡ്വേർബ്സ്. ഒരുപാട് പേർക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്, കൺഫ്യൂസിംഗ് അഡ്ജക്റ്റീവ്സും അഡ്വേർബ്സും. ഓക്കെ, സോ ഇതിൽ എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് ഒന്ന് ഞാൻ പറയാം. ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ, അതുപോലെ ഫ്യൂ, എ ഫ്യൂ, ദ ഫ്യൂ, അതുപോലെ സം, മെനി, അതുപോലെ മച്ച്, മെനി, അതിന്റെയൊക്കെ എന്താണ് ഡിഫറൻസ് വരുന്നത്. അതുപോലെ എൽഡർ, എൽഡസ്റ്റ്, ഓൾഡർ, ഓൾഡസ്റ്റ്, എന്താണ് ഡിഫറൻസ് വരുന്നത്, എവിടെയൊക്കെയാണ് അത് ഉപയോഗിക്കാൻ പറ്റുന്നത്, എവിടെയാണ് ഉപയോഗിക്കാൻ പറ്റാത്തത് എന്നൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, സോ എല്ലാവർക്കും സ്വാഗതം. സോ അതിനു മുമ്പ് ഞാനൊന്ന് പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് എല്ലാ നോട്ട്സുകളും അതിൻ്റെ ഓരോ വീഡിയോയുടെയും താഴെ അതിൻ്റെ നോട്ട്സ് ഡൗൺലോഡ് ചെയ്യാൻ ഞാൻ PDF-ന്റെ ലിങ്ക് കൊടുക്കാറുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങൾക്ക് അത് അവിടെ കാണാവുന്നതാണ്. www.bbmohan.com ചെന്നിട്ട് സ്റ്റഡി മെറ്റീരിയൽസ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ട്സ് ലഭിക്കുന്നതാണ്. അത് മൈ നോട്ട്ബുക്കിന്റെ ബ്ലോഗാണ്. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ പുതുതായിട്ട് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. തൊട്ട് മുമ്പ് ഞാനൊരു വീഡിയോ അതിനെ പറ്റി ചെയ്തിരുന്നു. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുള്ള ലിങ്കും താഴെ കൊടുക്കുന്നതാണ്. കൂടാതെ എല്ലാ പ്ലേലിസ്റ്റിന്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷിന്റെ ഈസി ഇംഗ്ലീഷ് എന്നൊക്കെ ഉള്ള പ്ലേലിസ്റ്റുകളുണ്ട്, നിങ്ങൾക്കത് കണ്ടുപിടിക്കാവുന്നതാണ്. അതുപോലെ യൂട്യൂബ് ചാനലാണ് ട്രിപ്ലി മെഡിസി എന്ന് പറഞ്ഞ എൻ്റെ മറ്റൊരു യൂട്യൂബ് ചാനലാണ്. അത് എഞ്ചിനീയറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വിസിറ്റ് ചെയ്യാം. അതുപോലെ ട്രിപ്ലി മെഡിസിയുടെ ബ്ലോഗാണ് www.triplemedici.com എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസും ലഭിക്കുന്നതാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ എന്നിവയാണ്. എന്താണ് ലിറ്റിൽ, എ ലിറ്റിൽ ആൻഡ് ദ ലിറ്റിൽ, ഇത് മൂന്നും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ആദ്യം നമ്മൾ പഠിക്കുന്നത് ലിറ്റിൽ എന്നാണ് കേട്ടോ. ലിറ്റിൽ എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? ലിറ്റിൽ എന്ന് വെച്ചാൽ ഇവിടെ നെഗറ്റീവ് മീനിങ് ആണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെഗറ്റീവ് മീനിങ് ആണ് ഏതിന് വരുന്നത്? ലിറ്റിൽ എന്നുള്ളതിന് വരുന്നത്. ലിറ്റിൽ അപ്പോ എന്താണ്? ഒട്ടുമില്ല എന്നാണ് അർത്ഥം. ലിറ്റിൽ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? ഒട്ടുമില്ല. ഓക്കെ, ഇനി ഇത് യൂസ് ചെയ്യുന്നത് എന്തിന്റെ കൂടെയാണ്? അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസിന്റെ കൂടെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അൺകൗണ്ടബിൾ നൗൺസിന്റെ ഒപ്പമാണ് ഉപയോഗിക്കുന്നത്. ഏത്? ലിറ്റിൽ. എണ്ണിയെടുക്കാൻ പറ്റാത്തതിന്റെ ഒപ്പമാണ് ലിറ്റിൽ ഉപയോഗിക്കുക. ഇനി എക്സാമ്പിൾ നോക്കാം. ആസ് ഹി ഈസ് അൺഎംപ്ലോയിഡ്, ഹി ഹാസ് ലിറ്റിൽ മണി ടു ബൈ ദാറ്റ് കാർ. അവന് ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഹി ഹാസ് ലിറ്റിൽ മണി ടു ബൈ ദാറ്റ് കാർ എന്ന് വെച്ചാൽ എന്താണ്? അവന് ആ കാറ് വാങ്ങാനുള്ള പൈസ ഒട്ടുമില്ല എന്നാണ് മീൻ ചെയ്യുന്നത്. ഒട്ടുമില്ല. ലിറ്റിൽ എന്നുള്ളതിന്റെ മീനിങ് നെഗറ്റീവ് ആണ്, ഒട്ടുമില്ല എന്നാണ് മീനിങ്. അടുത്തത് എ ലിറ്റിലാണ്. എന്താണ് എ ലിറ്റിൽ എന്ന് വെച്ചാൽ അർത്ഥം? എ ലിറ്റിലിന്റെ അർത്ഥം വരുന്നത് അല്പം എന്നാണ്. അല്പം, കുറച്ച് എന്നാണ് മീനിങ്. ഇതിന്റെ മീനിങ്ങും പോസിറ്റീവ് മീനിങ് ആണ് കേട്ടോ. ഇതിന്റെ മീനിങ് പോസിറ്റീവ് ആണ്. ആദ്യം പറഞ്ഞതിന്റെ നെഗറ്റീവ് മീനിങ് ആയിരുന്നു, ഒട്ടുമില്ല എന്നായിരുന്നു. പോസിറ്റീവ് മീനിങ് ആണ് ഏതിന്? എ ലിറ്റിൽ. ഇവിടെ നോക്കൂ, there is a little money left in the bank. There is a little money left in the bank എന്ന് പറയുന്നു. There is a little money left in the bank. ഓക്കെ, അപ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? ബാങ്കിൽ ഒരു കുറച്ച് പൈസയുണ്ട്, ബാങ്കിൽ അല്പം പൈസ ബാക്കിയുണ്ട്, ശേഷിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അല്പം പൈസ ശേഷിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എ ലിറ്റിൽ എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, ഇനിയുള്ളതാണ് ദ ലിറ്റിൽ. ദ ലിറ്റിൽ എന്ന് പറഞ്ഞാലും അത് അൺകൗണ്ടബിളിന്റെ കൂടെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഈ മണിയാണ് ഈ അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. മണി എന്ന്, കാശ് എന്ന് വെറുതെ പറയുമ്പോൾ അത് അൺകൗണ്ടബിൾ ആണ്. ഓക്കെ, ഇനി കൗണ്ടബിൾ ആയിട്ടുള്ളത് ഇപ്പം വാച്ചുകൾ, പെന്നുകൾ, ബോയ്സ്, ഗേൾസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊക്കെ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ്, അതൊക്കെ കൗണ്ടബിൾ ആണ്. ഇത് അൺകൗണ്ടബിൾ ആണ്. അപ്പൊ ഇനി അടുത്ത എക്സാമ്പിൾസ് നിങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാകും എന്തുകൊണ്ടാണ് ആ ഡിഫറൻസ് വന്നിരിക്കുന്നത്, എങ്ങനെ അത് മനസ്സിലാക്കാമെന്ന് കേട്ടോ. ഓക്കെ, സോ ഇതിന് ദ ലിറ്റിലിനും പോസിറ്റീവ് മീനിങ് തന്നെയാണ് ഉള്ളത്. ഇതും അൺകൗണ്ടബിൾ നൗൺസിന്റെ ഒപ്പമാണ് യൂസ് ചെയ്യുന്നത്. ഇനി എക്സാമ്പിൾ നോക്കാം. ഹി ഡെപ്പോസിറ്റഡ് ദ ലിറ്റിൽ മണി ഹി ഹാഡ് ഇൻ ദ ബാങ്ക്. ഹി ഡെപ്പോസിറ്റഡ് ദ ലിറ്റിൽ മണി ഹി ഹാഡ് ഇൻ ദ ബാങ്ക് എന്നാണ്. അതായത് ഇത് ദ ലിറ്റിൽ എന്നുള്ളതിന്റെ മീനിങ് ഇവിടെ വരുന്നത് ഇതാണ്, ഉള്ളത് എന്നാണ് മീനിങ്. എന്ന് വെച്ചാൽ എന്താണ്? അവന് ഉള്ള പൈസ ബാങ്കിൽ കൊണ്ടുപോയിട്ടു അല്ലേ. അവൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉള്ള പൈസ അവൻ അല്ലെങ്കിൽ അദ്ദേഹം ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു എന്നാണ് മീനിങ്. അപ്പൊ ഉള്ളത് എന്നൊരു മീനിങ് ആണ് ഇത് ദ ലിറ്റിൽ. അപ്പൊ അത് പോസിറ്റീവ് മീനിങ് ആണ് വരുന്നത്.
ഇനി നമുക്ക് അടുത്ത സെറ്റ് പഠിക്കാം. ഫ്യൂ, എ ഫ്യൂ, ദ ഫ്യൂ. അപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് പഠിച്ച ലിറ്റിൽ, എ ലിറ്റിൽ, ദ ലിറ്റിൽ അതുപോലെ തന്നെയാണ് മീനിങ് വരുന്നത്. പക്ഷേ ഒരു വ്യത്യാസമേ ഉള്ളൂ. അതിൽ അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെയാണ് യൂസ് ചെയ്തതെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് കൗണ്ടബിൾ നൗൺസിന്റെ കൂടെയാണ്. കൗണ്ടബിൾ നൗൺസിന്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. അവിടെ നോക്കൂ, നെഗറ്റീവ് മീനിങ് ആണ് ഫ്യൂവിന് വരുന്നത്. ഫ്യൂവിന് വരുന്നത് എന്താണ്? നെഗറ്റീവ് മീനിങ്. നമ്മൾ ആദ്യം പഠിച്ച ലിറ്റിലിന്റെ അതേ മീനിങ് ആണ്, അതായത് ഒട്ടുമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. There are few boys in the class. There are few boys in the class. എന്ന് വെച്ചാൽ എന്താണ്? ക്ലാസ്സിൽ ഒറ്റ ബോയ്സ് ഇല്ല എന്നാണ് അർത്ഥം. There are few boys in the class. Few എന്ന് മാത്രം കണ്ടാൽ അത് നെഗറ്റീവ് മീനിങ് ആണെന്ന് ഓർത്തു വെക്കുക. അടുത്തതാണ് എ ഫ്യൂ. എ ഫ്യൂ ഇതും എന്താണ്? കൗണ്ടബിൾ നൗൺസിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ബോയ്സ് എന്ന് പറഞ്ഞ കുറച്ചു മുമ്പ് പറഞ്ഞ എക്സാമ്പിൾ ബോയ്സ് എന്ന് പറഞ്ഞ കൗണ്ടബിൾ ആയിരുന്നു. ഓക്കെ, അപ്പൊ അതുപോലെ കൗണ്ടബിൾ കാര്യങ്ങളിലാണ് എന്തുപയോഗിക്കുന്നത്? കൗണ്ടബിൾ നൗൺസിന്റെ കൂടെയാണ് എ ഫ്യൂ, ഫ്യൂ അതുപോലെ ദ ഫ്യൂ ഉപയോഗിക്കുന്നത്. ഇതിന് പോസിറ്റീവ് മീനിങ് ആണുള്ളത്. പോസിറ്റീവ് മീനിങ് നമ്മൾ പഠിച്ചു മുമ്പ് എ ലിറ്റിൽ പറഞ്ഞതുപോലെ ഇതിന്റെ മീനിങ് വരുന്നത് അല്പം അല്ലെങ്കിൽ കുറച്ച് എന്നൊക്കെ ഒരു മീനിങ് ആണ് ഇതിന് വരുന്നത്. അല്പം, കുറച്ച് എന്നുള്ള മീനിങ് പോസിറ്റീവ് മീനിങ് ആണ്. ആസ് ദ എക്സാം വാസ് റാദർ ഡിഫിക്കൽട്ട് ഓൺലി എ ഫ്യൂ കുഡ് പാസ്. എക്സാം കുറച്ച് എന്താണ്? എക്സാം ഇത്തിരി ഡിഫിക്കൽട്ട് ആയിരുന്നു അല്ലെ? റാദർ ഡിഫിക്കൽട്ട് ഓൺലി എ ഫ്യൂ കുഡ് പാസ്. കുറച്ചു പേര് മാത്രമേ പാസ്സായുള്ളൂ. അപ്പൊ എ ഫ്യൂ എന്ന് വന്നത് എന്താണ്? എല്ലാവരും ഫെയിലായി എന്നല്ല ഉദ്ദേശിച്ചത്. എന്താണ്? കുറച്ചു പേര് പാസ്സായിട്ടുണ്ട്, കുറച്ചു പേരേ ഉള്ളൂ. അല്പം അല്ലെങ്കിൽ കുറച്ചു പേരെന്നുള്ള മീനിങ് ആണ് അവിടെ വരുന്നതെന്ന് ഓർത്തു വെക്കുക. അടുത്തതാണ് ദ ഫ്യൂ. ദ ഫ്യൂ എന്ന് പറയുന്നത് കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ ദ ലിറ്റിലിന്റെ അർത്ഥം തന്നെയാണ്, അതായത് ഉള്ളത് എന്ന മീനിങ് തന്നെയാണ്. കൗണ്ടബിൾ നൗൺസിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത്. ഇതിന് പോസിറ്റീവ് മീനിങ് ആണുള്ളത്. ഇവിടെ നോക്കൂ, എക്സാമ്പിൾ, ഹി ഈസ് എമംഗ് ദ ഫ്യൂ ഐ ക്യാൻ ട്രസ്റ്റ്. അദ്ദേഹം അല്ലെങ്കിൽ അവൻ എനിക്ക് വിശ്വസിക്കാനുള്ള ആളുകളിൽ ഒരാളാണ്. ഹി ഈസ് എമംഗ് ദ ഫ്യൂ ഐ ക്യാൻ ട്രസ്റ്റ്. വിശ്വസിക്കാൻ പറ്റുന്നതിൽ അല്ലെങ്കിൽ വിശ്വസിക്കാനുള്ള ആളുകളിൽ ഐ ക്യാൻ ട്രസ്റ്റ്. അദ്ദേഹം അതിലൊരാളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഉള്ളത് എന്ന മീനിങ് ആണ് ദ ഫ്യൂ. അതുപോലെ ദ ലിറ്റിലും. ഇത് രണ്ടും വ്യത്യാസം എന്താണ്? ദ ഫ്യൂ യൂസ്ഡ് ഫോർ കൗണ്ടബിൾ നൗൺസ്, ദ ലിറ്റിൽ യൂസ്ഡ് ഫോർ അൺകൗണ്ടബിൾ നൗൺസ്. ഓക്കെ, അടുത്ത സെറ്റിലേക്ക് പോകാം. ഇനി നമ്മൾ പഠിക്കുന്നത് സമ്മും എനി. ഇനി സം എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് പറയുന്നത്? കുറച്ച് അല്ലെ? ആ കുറച്ച് എന്നുള്ളൊരു മീനിങ് ആണ്. അല്പം എന്ന് പറയുമ്പോൾ ഒരുപാട് കുറച്ച് കേട്ടോ. അപ്പൊ കുറച്ച് എന്നുള്ളൊരു മീനിങ് ആണ് സം വരുന്നത്. ഓക്കെ, ഇനി കുറച്ച് അല്ലെങ്കിൽ ഏതാനും. ഓക്കെ, ദർ ആർ സം മോർ മൊമെന്റ്സ് ടു ഗോ അങ്ങനെയൊക്കെ പറയില്ലേ? സം മോർ മൈൽസ് ടു ഗോ, ഏതാനും, അങ്ങനെ ഒരു മീനിങ് കൂടി പറയാം. കുറച്ച്, ഏതാനും എന്നൊക്കെ പറയാം. ഇത് പക്ഷേ കൗണ്ടബിൾ നൗൺസിന്റെ കൂടെയും അതുപോലെ അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെയും ഉപയോഗിക്കും. കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെ ഉപയോഗിക്കുന്നതാണ് ഇത് സം എന്ന് പറയുന്നത്. ഈ സം എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗണിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സിംഗുലർ ഉപയോഗിക്കണം. ഓക്കെ, ഇവിടെ നോക്കൂ, ഹി ഹാസ് സിംഗുലർ ആണെങ്കിൽ ഉപയോഗിക്കുന്നു എന്ന് പറയാം. ഹി ഹാസ് സം ബട്ടർ ഓൺ ഹിസ് ചിൻ. ഹി ഹാസ് സം ബട്ടർ, കുറച്ചുണ്ടെന്നാണ്. കുറച്ച് ബട്ടർ അവന്റെ ചിന്നിൽ, താടിയിൽ പറ്റിയിരിപ്പുണ്ടെന്നാണ് പറഞ്ഞത് അല്ലെ? ഓക്കെ, ഹി ഹാസ് സം ബട്ടർ ഓൺ ഹിസ് ചിൻ. സം ബട്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബട്ടർ പ്ലൂറലായിട്ട് പറഞ്ഞിട്ടില്ല, സിംഗുലർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കൂ, കൗണ്ടബിൾ ആയിരുന്നു വിചാരിക്കുക. ബട്ടർ എന്ന് പറയുന്നത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ? എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണാൻ പറ്റില്ല. അപ്പൊ കൗണ്ടബിൾ ആയിട്ടുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പെൻസ്. കൗണ്ടബിൾ ആണെങ്കിൽ, കൗണ്ടബിൾ നൗൺസ് ആണെങ്കിൽ പ്ലൂറൽ ഫോം ആണ് ഉപയോഗിക്കുക. പ്ലൂറൽ ഫോം. ഐ ഹാവ് ബോട്ട് സം. ഇവിടെ എന്ത് ഉപയോഗിച്ചു? സം തന്നെ ഉപയോഗിച്ചു. ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? പെൻസ് എന്നാണ്. സം പെൻ എന്നല്ല പറയാ. ഐ ഹാവ് ബോട്ട് സം പെൻ എന്ന് പറയില്ല. ഐ ഹാവ് ബോട്ട് സം പെൻസ് എന്നാണ് പറയുകയുള്ളൂ. പക്ഷെ അതിന് മുമ്പ് പറഞ്ഞ ഹി ഹാസ് സം ബട്ടർ ഓൺ ഹിസ് ചിൻ ആണ്. ബട്ടേഴ്സ് എന്നല്ല പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതാണ് ഡിഫറൻസ് വരുന്നത്. Some can be used with countable and uncountable nouns. Okay, uncountable ആണെങ്കിൽ അതിന് സിംഗുലർ ഫോം യൂസ് ചെയ്യും. കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ അതിന് പ്ലൂറൽ ഫോം ആണ് യൂസ് ചെയ്യുന്നത്. അത് രണ്ടും ഓർത്തു വെക്കുക.
ഇനി നമുക്ക് പഠിക്കുന്നത് സം അല്ലെങ്കിൽ എനിയില് എനിയാണ് ഇനി പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ എനി എന്ന് പറഞ്ഞത് വിത്ത് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺ രണ്ടിന്റെ കൂടെ ഉപയോഗിക്കും. വിത്ത് കൗണ്ടബിളിന്റെ കൂടെ ഉപയോഗിക്കും, അൺകൗണ്ടബിളിന്റെ കൂടെ ഉപയോഗിക്കും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവ് രൂപത്തിലും ഉപയോഗിക്കും, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ഫോം ചോദ്യ രൂപത്തിലും ഉപയോഗിക്കും. നെഗറ്റീവ് ആയിട്ടുള്ള രൂപത്തിലും, ഇവിടെ നെഗറ്റീവിന്റെ സ്പെല്ലിംഗ് മാറിപ്പോയിട്ടുണ്ട്, നെഗറ്റീവ് രൂപത്തിലും ഉപയോഗിക്കും, ക്വസ്റ്റ്യൻ ഫോമിലും ഉപയോഗിക്കും. ഇനി കൗണ്ടബിൾ ആണെങ്കിൽ അത് നമ്പർ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ അൺകൗണ്ടബിൾ ആണെങ്കിൽ ഒരു സ്മോൾ ക്വാണ്ടിറ്റി സൂചിപ്പിക്കാനാണ് ഏത് ഉപയോഗിക്കുക, എനി ഉപയോഗിക്കുക. അപ്പൊ കൗണ്ടബിൾ എന്ന് പറഞ്ഞവിടെ നോക്കൂ, ഡു യു ഹാവ് എനി ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ്? നിനക്ക് ബ്രദേഴ്സോ സിസ്റ്റേഴ്സോ ഉണ്ടോ? ചെറിയ നമ്പേഴ്സിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ഇതിൽ മീൻ ചോദിക്കുന്നത്, ലെസ് നമ്പർ ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പൊ അതൊരു ക്വസ്റ്റ്യൻ ഫോമാറ്റിൽ വന്നു, എനി ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ്. സ്മോൾ ക്വാണ്ടിറ്റിയിൽ പറയുവാണെങ്കിൽ ദർ ഈസ് നോട്ട് എനി മിൽക്ക് ഇൻ ദ ബോട്ടിൽ. എനി ക്വാണ്ടിറ്റി ആണ് പറയുന്നത്, ദർ ഈസ് നോട്ട് എനി മിൽക്ക് ഇൻ ദ ബോട്ടിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ. ആദ്യം പറഞ്ഞത് കൗണ്ടബിൾ ആണ്, ഈ മിൽക്കിന്റെ കാര്യം പറഞ്ഞത് അൺകൗണ്ടബിൾ ആണ്. രണ്ട് കാര്യത്തിലും അത് ഉപയോഗിക്കുമെന്ന് കണ്ടു. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. മച്ച് ആൻഡ് മീനി. എന്താണ് മച്ച് ആൻഡ് മീനി? മച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അൺകൗണ്ടബിൾ നൗൺസിന്റെ ഒപ്പമാണ് ഉപയോഗിക്കുന്നത് മച്ച്. അതുപോലെ പോസിറ്റീവ് മീനിങ് ആണ് വരുന്നത്. ഇനി ഇതൊരു ക്വാണ്ടിറ്റിയാണ് സൂചിപ്പിക്കുന്നത്, ക്വാണ്ടിറ്റി അളവിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലെ. ഐ ഡോണ്ട് വാണ്ട് സോ മച്ച് ടീ ടുഡേ. ഐ ഡോണ്ട് വാണ്ട് സോ മച്ച് ടീ ടുഡേ. എനിക്കിന്ന് ഒരുപാട് ചായ വേണ്ട, സോ മച്ച് ടീ വേണ്ട എന്നാണ് പറഞ്ഞത്. ഐ ഡോണ്ട് വാണ്ട് സോ മച്ച്. സോ മച്ച് എന്ന് പറയുന്നത് അതെന്താണ്? ക്വാണ്ടിറ്റിയാണ് പറഞ്ഞത്. ഓക്കെ, ക്വാണ്ടിറ്റി. ഇനി മെനി എന്താന്ന് നോക്കൂ. മെനി പക്ഷെ പറയുന്നത് കൗണ്ടബിൾ നൗൺസിന്റെ ഒപ്പമാണ്. മച്ച് നമ്മൾ പറഞ്ഞു അൺകൗണ്ടബിൾ. ടീ എന്നുള്ളത് എണ്ണി എടുക്കാൻ പറ്റില്ല അല്ലെ, എത്ര എണ്ണം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, അതായത് ക്വാണ്ടിറ്റിയിലാണ് പറയാം. ഇനി കൗണ്ടബിൾ നൗൺസിന്റെ കൂടെ ഉപയോഗിക്കുന്നതാണ് മെനി എന്ന് പറയുന്നത്. ആൻഡ് പോസിറ്റീവ് ആണ് അതിന്റെ മീനിങ്. അതുപോലെ നമ്പർ ആണ് പറയുന്നത്. മെനി പീപ്പിൾ വെന്റ് ടു ഓസ്ട്രേലിയ ഫോർ എ ജോബ്. മെനി പീപ്പിൾ വെന്റ് ടു ഓസ്ട്രേലിയ ഫോർ എ ജോബ്. അതൊരു നമ്പർ ആണ് പറയുന്നത് അല്ലെ. ഓക്കെ, സോ ഇത്രയും കൊണ്ട് നമുക്ക് ഈ ഒരു പാർട്ട് 1 ഇവിടെ അവസാനിപ്പിക്കാം. പാർട്ട് 2 നമുക്ക് ബാക്കി വരുന്ന പോർഷൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം ഇതിന്റെ ടൈം കുറച്ച് എക്സീഡ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത ലെസണിൽ ബാക്കി ലെസ്, ഫ്യൂവർ, അതുപോലെ എൽഡർ, ഓൾഡർ, എൽഡസ്റ്റ്, ഓൾഡസ്റ്റ് എന്നിവയൊക്കെ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു വൺസ് അഗെയിൻ.